പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും തന്നെയാണ്? നമുക്ക് കൂടുതൽ അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഞ്ചായത്ത് മുഖേന ചെയ്തൊരു കാലഘട്ടമാണ് ഇടതുപക്ഷ മുന്നണി. കാരണം പഞ്ചായത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും പഞ്ചായത്തിന് തന്നെ പരിഹാരം കാണാം. നമ്മൾ നേരത്തെ ഏത് വേണമെങ്കിലും ഒരുപാട് തട്ട് കടന്ന് ജില്ലാ കേന്ദ്രത്തിൽ വരണം, സ്റ്റേറ്റ് കേന്ദ്രത്തിൽ വരണം. പഞ്ചായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അപ്പോൾ പാവപ്പെട്ട മനുഷ്യൻ്റെ നേരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി പഞ്ചായത്തുകൾ വന്നു. മാത്രമല്ല പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യം വന്നു. സ്ത്രീകൾക്കിപ്പം പഞ്ചായത്തുകളിൽ അവരെ ജോലി പ്രവേശിക്കുക, അവരെ സ്വയം ജോലി ചെയ്യുക. കുടുംബശ്രീ പോലെയുള്ള യൂണിറ്റ് കുടുംബശ്രീകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റം ചില്ലറിയില്ല. മാത്രമല്ല നമ്മുടെ NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതിന് പ്രവർത്തനമുള്ള സ്ത്രീകളുണ്ട്. എന്തിന് നമ്മളെ തിരുവനന്തപുരം സിറ്റി ഇപ്പം നമുക്ക് ചവറിൻ്റെ കൂമ്പാരമില്ലല്ലോ. ഇതാരാ മാറ്റുന്നത്? കുടുംബശ്രീയിലെ സ്ത്രീകൾ. അപ്പം സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി വരികയും പ്രവർത്തിക്കാൻ കഴിയുകയും കുടുംബ സംരക്ഷണം അവരുടെ കൂടെ ചുമതലയാണെന്നുള്ളൊരു ബോധം വന്നത് ഒരു ചില്ലറ കാര്യമല്ല. ആ സ്ത്രീകളുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ത്രിതല പഞ്ചായത്ത് ഭരണത്തിൻ്റെ ഭാഗമാണ്. അപ്പം ആ ത്രിതല പഞ്ചായത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്ന അഹന്തിയില്ലാതെ ഞങ്ങളാ കൊണ്ടുവന്നത്. ഇപ്പോഴും ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് 50% സ്ത്രീകൾക്ക് സംവരണം വരാൻ പോവുക. കേരളത്തിൽ 5 കോർപ്പറേഷൻ, 3 കോർപ്പറേഷൻ മേയർമാർ സ്ത്രീകളാണ്. ഇപ്പം 15 പേരുള്ള ഒരു പഞ്ചായത്ത്, 8 പേരെ സ്ത്രീകൾ, 7 പുരുഷന്മാരും. അപ്പം സ്ത്രീകൾക്ക് സമൂഹത്തിൽ പുരുഷന്മാരെ പോലെ തന്നെ തുല്യനീതിയും മാതൃകയും കൊടുക്കുക എന്ന് പറയുന്ന ചില്ലറ കാര്യമാണ്. ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റിനോട് നമ്മൾ എത്ര കാലമായി പറയുന്നത് സംവരണം വേണമെന്നില്ല. ഭരണത്തിൻ്റെ കാര്യക്ഷമതയെ അത് ബാധിക്കത്തില്ല. സ്ത്രീകൾ ഒരുപാട് പേര് വരുമ്പോഴത്തേക്കിന് പല ഘട്ടങ്ങളിലും പലരും പരാതി പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ പ്രാതിനിധ്യമെല്ലാം ഓക്കെ, പക്ഷേ കാര്യക്ഷമത എന്ന് പറയുന്നൊരു കാര്യത്തിൽ എപ്പോഴും പിന്നോക്കം നിൽക്കുന്നു സ്ത്രീകൾ. അതിനനുസരിച്ചൊന്നൊരു പുള്ളിങ് നേച്ചർ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾ പലയിടത്തും ഇല്ല. വളരെ ന്യൂനപക്ഷമേ ഉള്ളൂ, വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് ബാധിക്കില്ലേ നമ്മുടെ ഭരണപരമായ സംവിധാനത്തിലൊക്കെ? ഞാൻ ചോദിക്കാം, സ്ത്രീകൾക്ക് അതിനുള്ള അവസരം കൊടുക്കണ്ടേ? ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ എത്ര സ്ത്രീകളുണ്ട് ഇതുപോലെ? ഇപ്പം ഇവിടെ എത്ര ഓഫീസർമാരുണ്ട് സ്ത്രീകൾക്ക് അവസരം കൊടുത്താൽ അവരെ തീർച്ചയായും നിർവഹിക്കും. അവസരമാണ് വിഷയം. ഇപ്പം നമുക്കറിയാം, ഇത് ഇവിടുന്ന് ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും 2 പോലീസുകാരാണ്, വനിതാ പോലീസും പുരുഷ പോലീസും, രണ്ടാളും ബൈക്കിൽ വരുന്ന അവസരത്തിൽ അവർ സ്ത്രീയുടെ മാല പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ വനിതാ പോലീസുകാരി മതിൽ ചാടിക്കടന്ന് പോയി പിടിച്ചില്ലേ? അവസരം കിട്ടുമ്പോഴല്ലേ എത്ര സ്ത്രീകൾ അങ്ങനെ വേണം? എത്ര സ്ത്രീകൾ? അപ്പം സ്ത്രീകൾക്ക് അവസരം കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അവസരം കൊടുക്കുന്നതിന് നേരത്തെ തന്നെ ശ്രമിച്ചതാണ് കമ്മ്യൂണിസ്റ്റുകാരെതിരെ. കാരണം കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് 11 മന്ത്രിമാരാണ്, ഒരു സ്ത്രീയാ KR ഗൗരിയമ്മൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഗവൺമെൻറ് കാലത്ത്. അപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ പ്രവർത്തിച്ച് സമൂഹത്തിന് മുമ്പിൽ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരാ ഫൈറ്റ് ചെയ്തിട്ട് വന്നതാണ്. ഗൗരിയമ്മയുടെ കാര്യം പറയാം. ഗൗരിയമ്മ ചഞ്ചല ഹൃദയവതിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ UDF. തിരിച്ച് വീണ്ടും തറവാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു ട്രേസസ് ഇങ്ങനെ പത്രങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്. CPI JSSനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ മുൻകൈയെടുക്കും. ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ കൂടെ പല കക്ഷികൾക്കും വരണം എന്നൊരു ചിന്തയുണ്ട്, ചെറിയ കക്ഷികൾക്ക്. ആ ചിന്തയുണ്ടാവുന്നൊരു കാരണം കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശശുദ്ധി, കാര്യക്ഷമത. അപ്പം ഗൗരിയമ്മയെ പോലൊരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ വളർന്ന് ജീവിച്ച ഒരു പൊതുപ്രവർത്തക, അവർക്ക് ജീവിതത്തിൻ്റെ ഈ ഏതാണ്ട് സായാഹ്നം കഴിഞ്ഞൊരു ഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത് നല്ല കാര്യമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ അങ്ങനെ സ്വീകരിക്കുകയും ചെയ്യും. പ്രോത്സാഹിപ്പിക്കും. സ്വീകരിക്കുക എന്നുള്ളതല്ല വലിയ വിഷയം. അത് അവരുടെ കൂടെ ഒരു മനോഭാവത്തിന് അടിസ്ഥാനത്തിരിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും ഗൗരിയമ്മ എന്ന് പറഞ്ഞ സഖാവ് ഗൗരിയമ്മ ഒരു കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായിരുന്നു അല്ലേ? അപ്പം നിങ്ങൾക്കൊക്കെ ഒരുപാട് റെസ്പെക്റ്റ്, സഖാവിന് പോലും ഒരുപാട് റെസ്പെക്റ്റുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്.
അപ്പോൾ തിരിച്ച് വീണ്ടും ഗൗരിയമ്മ നേതൃത്വം നൽകുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് അതിൻ്റെ ഒരു ഭാഗമായി മാറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചവർ മുന്നോട്ട് വന്നാൽ CPI എന്ത് നിലപാടും? നമുക്ക് തീർച്ചയായും അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഗൗരിയമ്മയെപ്പോലെ ഒരാൾ ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള അവരൊരു വഴി മാറിപ്പോയി, ഒക്കെ ശരിയാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കണം എന്ന് അവർ മനസ്സാ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു വഴിയെക്കുറിച്ച് വന്നാൽ നമുക്ക് ആലോചിക്കാവുന്ന വിഷയമാണ്. സഖാവ് പന്നിയൻ രവീന്ദ്രനുമായിട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഇനി കേൾക്കാൻ വേണ്ടി അടുത്ത എപ്പിസോഡ്